ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 12-ാധ്യായം. അതിൽ 21-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ 12-ോധ്യായഃ. മൈത്രേയ ഉവാച. ധ്രുവം നിവൃത്തം പ്രതിബുദ്ധ്യ വൈശസാദപേതമന്യും ഭഗവാൻ ധനേശ്വര തത്രാഗതശ്ചാരണയക്ഷകിന്നരൈः സംസ്തൂയമാനോഭ്യവദത്കൃതാഞ്ജലിം. ഭോ ഭോ ക്ഷത്രിയദായാദാ പരിതുഷ്ടോऽസ്മി തേന ഖ യസ്ത്വം പിതാമഹാദേശാദ്വൈരം ദുസ്ത്യജമത്യജ ന ഭവാനവധീദ്യക്ഷാന്ന യക്ഷാ ഭ്രാതരം തവ കാലേവ ഹി ഭൂതാനാം പ്രഭുരപ്യയഭാവയോ അഹം ത്വമിത്യപാർത്ഥാധീർ അജ്ഞാനാത് പുരുഷസ്യ ഹി സ്വാനീവാഭാത്യ തദ്ധ്യാനാദ്യയാ ബന്ധവിപര്യയൗ തദ്ഗച്ഛദ്ധ്രുവഭദ്രം തേ ഭഗവന്തമഥോക്ഷജം സർവഭൂതാത്മഭാവേന സർവഭൂതാത്മവിഗ്രഹം ഭജസ്വ ഭജനീയാം ക്രീം അഭവായ ഭവച്ഛിദം യുക്തം വിരഹിതം ശക്തിയാ ഗുണമയ്യാത്മമായയാ വൃണീഹി കാമം നൃപയൻ മനോഗതം മത്തസ്ത്വമൗത്താനപദേ വിശങ്കിത വരം വരാർഹോऽംബുജനാഭപാദയോരനന്തരം ത്വാം വയമംഗശുശ്രുമാ. മൈത്രേയ ഉവാച. സ രാജരാജേന വരായ ചോദിതോ ധ്രുവോ മഹാഭാഗവതോ മഹാമതി ഹരൗ സവവ്രേ ചലിതാം സ്മൃതിം യയാ തരത്യയത്നേന ദുരത്യയം തമഃ തസ്യ പ്രീതേന മനസാ താം ദത്വൈഡവിടസ്തതഃ പശ്യതോന്തർദധേ സോപി സ്വപുരം പ്രത്യപദ്യത അഥായജത യജ്ഞേശം ക്രതുഭിർഭൂരിദക്ഷിണൈ ദ്രവ്യക്രിയാദേവതാനാം കർമ്മഫലപ്രദം സർവാത്മന്യച്യുതേ സർവേ തീവ്രൗഘാം ഭക്തിമുദ്വഹൻ ദദർശാത്മനി ഭൂതേഷു തമേവാവസ്ഥിതം വിഭും തമേവ ശീലസമ്പന്നം ബ്രഹ്മണ്യം ദീനവത്സലം ഗോപ്താരം ധർമ്മസേതൂനാം മേനിരേ പിതരം പ്രജാ ഷട്ത്രിംശദ്വർഷസാഹസ്രം ശശാസക്ഷിതിമണ്ഡലം ഭോഗൈഃ പുണ്യക്ഷയം കുറുവൻ അഭോഗൈരശുഭക്ഷയം. ഏവം ബഹുസവം കാലം മഹാത്മാ വിചലേന്ദ്രിയഃ ത്രിവർഗോപൈകം നീത്വാ പുത്രായാദാൻ നൃപാസനം മന്യമാന ഇദം വിശ്വം മായാരചിതമാത്മനി അവിദ്യാരചിത സ്വപ്നഗന്ധർവനഗരോപമം ആത്മത്രപത്യസുഹൃദോ ബലമൃദ്ധകോശമന്തഃപുരം പരിവിഹാരഭുവശ്ചരമ്യാ ഭൂമണ്ഡലം ജലധിമേഖലമാകലയ്യ കാലോപസൃഷ്ടമിതി സ പ്രയയൗ വിശാലാം. തസ്യാം വിശുദ്ധകരണ ശിവവാർവിഗാഹ്യ ബദ്ധ്വാസനം ജിതം മരുന്മനസാ ഹൃദാക്ഷ സ്ഥൂലേ ദധാര ഭഗവത് പ്രതിരൂപ ഏതധ്യായം അവ്യവഹിതോ വ്യസൃജത് സമാധൗ ഭക്തിം ഹരൗ ഭഗവതി പ്രവഹന്നജസ്രമാനന്ദ ബാഷ്പകലയാ മുഹുരർദ്യമാന വിക്ലിദ്യമാന ഹൃദയ പുളകാജിതാം ഗോ ആത്മാനം അസ്മരദ അസാവിധിമുക്തലിംഗ സദദർശ വിമാനാഗ്ര്യം നഭസോ അവതരത് ധ്രുവഃ വിഭ്രാജയത് ദശദിശോ രാഗാപതിമിവോദിതം തത്രാനു ദേവപ്രവരൗ ചതുർഭുജൗ ശ്യാമൗ കിശോരാവരുണാംബുജേക്ഷണൗ സ്ഥിതാവഷ്ടഭ്യഗദാം സുവാസസൗ കിരീടഹാരാം ഗദചാരുകുണ്ഡലൗ വിജ്ഞായതാവുത്തമ ഗായക കിങ്കരാവഭ്യുത്ഥിത സാധ്വസവിസ്മൃതക്രമ നാമാനി ഗൃണാന്മധുദ്വിഷ പാർഷത് പ്രധാനാവിധി സംഹതാഞ്ജലി. അടുത്ത ശ്ലോകമാണ് എടുക്കാനുള്ള 22-ാമത്തെ. തം കൃഷ്ണപാദാഭിനിവിഷ്ടമാനസം ബദ്ധാഞ്ജലിം പ്രശ്രയനമ്രകന്ധരം സുനന്ദനന്ദാവുപസൃത്യ സസ്മിതം പ്രത്യൂജതൂ പുഷ്കരനാഭ സമ്മതൗ. തം കൃഷ്ണപാദാഭിനിവിഷ്ടചേ മാനസം ബദ്ധാഞ്ജലിം പ്രശ്രയനമ്രകന്ധരം സുനന്ദനന്ദാവുപസൃത്യ സുസ്മിതം പ്രത്യൂജതു പുഷ്കരനാഭ സമ്മതൗ. ആ ശ്രീപത്മനാഭന് ഏറ്റവും സമ്മതനായിരിക്കുന്ന ആ സുനന്ദനും നന്ദനും
ആയിരിക്കുന്ന ആ കൃഷ്ണപാർഷദന്മാർ ആ ശ്രീഹരിയുടെ പാദപത്മത്തിൽ അർപ്പിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവനും കൈകൂപ്പി നിൽക്കുന്നവനും അതുപോലെ ആ വിനയം നിമിത്തം കുനിഞ്ഞവരും ആയിരിക്കുന്ന ആ ധ്രുവനെ സമീപിച്ചിട്ട് ആ പാർഷദന്മാർ മന്ദസ്മിതത്തോടെ മറുപടി പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. പുഷ്കരനാഭ സമ്മതവും ശ്രീപത്മനാഭന് ഏറ്റവും സമ്മതരായിരിക്കുന്ന ആ സുനന്ദനും നന്ദനും ആയിട്ടുള്ള അവർ ആ കൃഷ്ണപാദാഭിനിവിഷ്ടമാനസ ശ്രീഹരിയുടെ ആ പാദപത്മത്തിൽ അർപ്പിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവനും ബദ്ധാഞ്ജലിയും കൈകൂപ്പി നിൽക്കുന്നവനും പ്രശ്രയനമ്രകന്ധരം തം ആ വിനയം നിമിത്തം കുനിഞ്ഞ ശിരസ്സുള്ളവനായിരിക്കുന്ന ആ ധ്രുവനെ ഉപസൃത്യ സമീപിച്ചിട്ട് സസ്മിതം മന്ദസ്മിതത്തോടു കൂടിയിട്ട് പ്രത്യൂചതു മറുപടി പറഞ്ഞു. ഒന്നും കൂടി പറയാത്ത പദങ്ങൾ. പുഷ്കരനാഭസമ്മതവും ശ്രീപത്മനാഭന് ഏറ്റവും സമ്മതരായ സുനന്ദനും നന്ദനുമായ അവർ കൃഷ്ണപാദാഭിനിവിഷ്ട മാനസം ശ്രീഹരിയുടെ ശ്രീപാദത്തിൽ അർപ്പിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവനും ബദ്ധാഞ്ജലിയും കൈകൂപ്പി നിൽക്കുന്നവനും പ്രശ്രയനമ്രകന്ധരം തം വിനയം നിമിത്തം കുനിഞ്ഞവനും ആയ ആ ധ്രുവനെ ഉപസൃത്യ സമീപിച്ച് സസ്മിതം മന്ദസ്മിതത്തോടെ പ്രത്യൂജതു മറുപടി പറഞ്ഞു. അപ്പോൾ ആ ശ്രീപത്മനാഭന് ഏറ്റവും സമ്മതരായിരിക്കുന്ന ആ സുനന്ദനും നന്ദനും ആയിരിക്കുന്ന കൃഷ്ണപാർഷദന്മാർ ആ ശ്രീഹരിയുടെ ശ്രീപാദത്തിൽ അർപ്പിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവനും അതുപോലെ കൈകൂപ്പി നിൽക്കുന്നവനും അതുപോലെ വിനയം നിമിത്തം കുനിഞ്ഞവനുമായിരിക്കുന്ന ആ ധ്രുവനെ സമീപിച്ചിട്ട് മന്ദസ്മിതത്തോടെ മറുപടി പറഞ്ഞു. ഭഗവാങ്കൽ അർപ്പിച്ച മനസ്സോടും കൂപ്പുകൈയോടും കൂടി വിനയാൻവിതനായിട്ട് തലകുനിച്ച് നിൽക്കുന്ന ധ്രുവനോട് ആ വിഷ്ണു ഭഗവാന്റെ പാർഷദമുഖ്യന്മാരായിരിക്കുന്ന സുനന്ദനും നന്ദനും മന്ദഹാസം തൂക്കിക്കൊണ്ട് മറുപടി എന്നോണം ഇപ്രകാരം അരുളി ചെയ്തു. അപ്പോൾ പത്മനാഭസ്വാമിക്ക് ഏറ്റവും സമ്മതരായിരിക്കുന്ന ആ സുനന്ദനന്ദന്മാർ വന്ന് ആ ഭഗവാന്റെ പാദപത്മങ്ങളിൽ തന്നെ നിരന്തരം രമിച്ചുകൊണ്ടിരിക്കുന്നവനും തൊഴുത് വിനയത്താൽ ശിരസ്സു താഴ്ത്തി നിൽക്കുന്നവനും ആയിരിക്കുന്ന ധ്രുവനോട് മന്ദഹാസപൂർവം പറഞ്ഞു. ഒന്നുകൂടി നോക്കാം. അവരെ കണ്ട ഉടനെ ഭഗവാന്റെ കിങ്കരന്മാരെന്ന് അറിഞ്ഞിട്ട് ഉടനെ എഴുന്നേറ്റ് നിന്ന് ആ ധ്രുവൻ സംഭ്രമത്താൽ പൂജാക്രമമൊക്കെ മറന്നുപോയി എന്ന് പറഞ്ഞു. ആ ഭഗവത് പാർഷദന്മാരെ എന്ന് അവരുടെ നാമധേയങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് കൈകളെ ശിരസിൽ വെച്ച് ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. അങ്ങനെ ആ ശ്രീകൃഷ്ണപാദാരവിന്ദത്തിൽ മനസ്സിനെ ഉറപ്പിച്ചും അഞ്ജലീബന്ധം ചെയ്തും വിനയത്താൽ തലതാഴ്ത്തിയും നിൽക്കുന്ന ആ ധ്രുവൻ്റെ അരികത്ത് ചെന്നിട്ട് ആ പത്മനാഭസ്വാമിക്ക് സമ്മതന്മാരായിരിക്കുന്ന ആ സുനന്ദനന്ദന്മാർ മന്ദഹാസപൂർവം മറുപടി പറഞ്ഞു. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ തഥാ സുനന്ദനന്ദോ അങ്ങനെ ആ സുനന്ദനന്ദന്മാരത്തെ ആ കൃഷ്ണപാദാഭിനിവിഷ്ട ചേതസം ആ കൃഷ്ണൻ്റെ പാദാരവിന്ദത്തിലെ ആ അങ്ങനെ ഏറ്റവും എന്താ പറയേണ്ട ഏറ്റവും ഭക്തിയുള്ള ആ ചേതസ്സോടു കൂടിയിരിക്കുന്ന ആ ബദ്ധാഞ്ജലിയും കൈകൂപ്പിക്കൊണ്ട് നിൽക്കുന്ന ആ ധ്രുവനോട് ജഗദതു അവർ പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. തഥാ സുനന്ദനന്ദവും തം കൃഷ്ണപാദാഭിനിവിഷ്ട ചേതസം കൃഷ്ണൻ്റെ പാദാരവിന്ദത്തിൽ അങ്ങനെ എന്താ അർപ്പിച്ച മനസ്സോടുകൂടി കൃഷ്ണൻ്റെ പാദാരവിന്ദത്തിൽ
അർപ്പിച്ച മനസ്സോടുകൂടിയ, അതാണ് കൃഷ്ണപാദാഭിനിവിഷ്ട ചേതസ്, അർപ്പിച്ച മനസ്സോടുകൂടിയവരും കൂടിയവനും ആയിരിക്കുന്ന ആ ധ്രുവനെ ബദ്ധാഞ്ജലിയും കൈകൾ കൂപ്പിക്കൊണ്ട് നിൽക്കുമ്പോൾ അവരോട് ആ ധ്രുവനോട് പറഞ്ഞു. ആ സുനന്ദനന്ദന്മാർ പറഞ്ഞു, തഥാ സുനന്ദനന്ദൗ തം കൃഷ്ണപാദാഭിനിവിഷ്ടചേതസം ബദ്ധാഞ്ജലിം ജഗദതു. അപ്പോൾ ഈ സുനന്ദനന്ദന്മാർ പറയുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അന്വയം പറഞ്ഞിട്ടുണ്ടാവും. അന്വയം വന്നിട്ട് പുഷ്കരനാഭസമ്മതൗ സുനന്ദനന്ദൗ കൃഷ്ണപാദാഭിനിവിഷ്ടമാനസം ബദ്ധാഞ്ജലിം പ്രശ്രയനമ്രകന്ധരം ഉപസൃത്യ സസ്മിതം പ്രത്യൂജതു എന്നുള്ളതാണ് അതിൻ്റെ അന്വയം വരിക. ഒന്നും കൂടി പറയാം. പുഷ്കരനാഭസമ്മതൗ സുനന്ദനന്ദൗ കൃഷ്ണപാദാഭിനിവിഷ്ടമാനസം ബദ്ധാഞ്ജലിം പ്രശ്രയനമ്രകന്ധരം ഉപസൃത്യ സസ്മിതം പ്രത്യൂജതു. ശ്രീപത്മനാഭന് ഏറ്റവും സമ്മതരായിരിക്കുന്ന സുനന്ദനന്ദന്മാർ, ശ്രീഹരിയിൽ അർപ്പിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവനും ആ കൈകൂപ്പി നിൽക്കുന്നവനും വിനയം നിമിത്തം കുനിഞ്ഞ ശിരസ്സുമായിട്ടുള്ള ധ്രുവനെ ആ മന്ദസ്മിതത്തോടെ നോക്കി മറുപടി പറഞ്ഞു എന്നുള്ളതാണ് അതിലത്തെ അന്വയം ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 23-ാമത്തെ ശ്ലോകം. 23, 24 കൂടി ചേർത്തിട്ടാണ് വരുന്നത്. സുനന്ദനന്ദന്മാർ പറയുന്നതാണ്. സുനന്ദനന്ദാവൂചതു ഭോ ഭോ രാജൻ സുഭദ്രം തേ വാചം നോവഹിത ശൃണു യഃ പഞ്ചവർഷസ്തപസാ ഭവാൻ ദേവമതീ തൃപത് തസ്യാഖില ജഗദ്ധാതുരാവാം ദേവസ്യ ശാർഗിണഃ പാർഷദാവിഹ സംപ്രാപ്തൗ നേതും ത്വാം ഭഗവൽപദം. നൂടി ചൊല്ലാം. സുനന്ദനന്ദാവൂചതു ഭോ ഭോ രാജൻ സുഭദ്രം തേ വാചം നോവഹിത ശൃണു യഃ പഞ്ചവർഷസ്തപസാ ഭവാൻ ദേവമതീ തൃപത് തസ്യാഖില ജഗദ്ധാതുരാവാം ദേവസ്യ ശാർഗിണഃ പാർഷദാവിഹ സംപ്രാപ്തൗ നേതും ത്വാം ഭഗവൽപദം. ലയോ രാജാവേ, അങ്ങക്ക് നല്ലത് വരും. ഭോ ഭോ രാജൻ എന്ന് പറഞ്ഞാൽ ലയോ രാജാവേ, അങ്ങക്ക് തേ സുഭദ്ര അങ്ങക്ക് നല്ലത് വരും. ഞങ്ങൾ പറയുന്നത് നഹവാചം, ഞങ്ങൾ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടാലും. യാതൊരു അങ്ങുന്ന് 5 വർഷം പ്രായമായപ്പോൾ തപസ്സുകൊണ്ട് ആ ശ്രീവാസുദേവനെ പ്രസാദിപ്പിച്ചുവല്ലോ. അങ്ങയെ ആ ഭഗവാന്റെ പദത്തിലേക്ക് നയിപ്പാൻ അഖില ലോകനാഥനും ശാർഗം എന്ന ചാപം ധരിച്ചിട്ടുള്ളവനുമായിരിക്കുന്ന ആ വാസുദേവൻ്റെ പാർഷദന്മാരായിരിക്കുന്ന ഞങ്ങൾ ഇരുവരും ഇവിടെ വന്നിരിക്കുകയാണ്. ധ്രുവനെ അങ്ങോട്ട് ആ ധ്രുവപദത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ആ കൃഷ്ണപാർഷദന്മാർ അവിടെ എത്തിയിരിക്കുകയാണ്. അവർ പറയുകയാണ്, അല്ലയോ രാജാവേ, അങ്ങക്ക് നല്ലത് വരട്ടെ. നമ്മൾ പറയുന്നത് അങ്ങ് വളരെ ശ്രദ്ധിച്ച് കേട്ടാലും 5 വർഷം പ്രായമായപ്പോൾ തപസ്സുകൊണ്ട് ആ ശ്രീവാസുദേവനെ പ്രസാദിപ്പിച്ചു. അങ്ങക്കുള്ള ആ ഭഗവത്പദത്തിലേക്ക് നയിപ്പാനായിട്ട് ആ ഭഗവാൻ അഖിലദേവസ്യ ആ വാസുദേവൻ്റെ പാർഷദന്മാരായിരിക്കുന്ന അഖില ലോകനാഥനും ശാർഗപാണിയും ആയിരിക്കുന്ന ആ വാസുദേവൻ്റെ പാർഷദന്മാരായിരിക്കുന്ന നമ്മൾ, പാർഷദന്മാരായ ഞങ്ങൾ ഇരുവരും ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഈ ധ്രുവനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നവരാണ് ആ കൃഷ്ണ പാർഷദന്മാരെ. ഇങ്ങോട്ട് ആ ധ്രുവപ്രദത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കൃഷ്ണ പാർഷദന്മാരാണ് ആ സുനന്ദനന്ദന്മാർ. തം കൃഷ്ണപാദാഭിനിവിഷ്ടമാനസം ബദ്ധാഞ്ജലിം പ്രശ്രയ നമ്രകന്ധരം സുനന്ദനന്ദാവുപസൃത്യ സസ്മിതം പ്രത്യൂജതു
പുഷ്കരനാഭസമ്മതൗ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അത് പറഞ്ഞ് ആ ശ്ലോകം പറഞ്ഞ് ഭോ ഭോ രാജൻ സുഭദ്രം തേ, രാജാവേ അങ്ങക്ക് മംഗളം വരട്ടെ. തേവാചം നോവഹിത ശൃണു യഃ പഞ്ചവർഷസ്തപസാ ഭവാൻ ദേവമതീത്രിപത് തസ്യാഖില ജഗദ്ധാതുരാവാം ദേവസ്യ ശാർങ്കിണഃ പാർഷദാവിഹ സംപ്രാപ്തൗ നേതും ത്വാം ഭഗവത്പദം. അതിലത്തെ പദങ്ങൾ നോക്കാം. ഭോ ഭോ രാജൻ, അല്ലയോ രാജാവേ, തേ അങ്ങയ്ക്ക്, സുഭദ്രം നല്ലത് വരും, നവാചം ഞങ്ങൾ പറയുന്നത്, അവഹിത ശ്രദ്ധയോടെ, ശൃണു കേട്ടുകൊണ്ടാലും, യഹ ഭവാൻ യാതൊരു അങ്ങുന്ന്, പഞ്ചവർഷ 5 വർഷം പ്രായമായപ്പോൾ, തപസ്സുകൊണ്ട് ദേവം ശ്രീവാസുദേവനെ അതീതൃപത് പ്രസാദിപ്പിച്ചുവല്ലോ, ത്വാം ആ അങ്ങയെ, ഭഗവത്പദം ആ ഭഗവാന്റെ പദത്തിലേക്ക്, നേതും നയിപ്പാൻ, ജഗദ്ധാതുഹു അഖില ലോകനാഥനും, ശാർങ്കിണഃ ശാർങ്കം എന്ന ചാപമുള്ളവനുമായിരിക്കുന്ന, തസ്യ ദേവസ്യ ആ വാസുദേവൻ്റെ, പാർഷദന്മാരായ ഞങ്ങൾ, ആവാം ഞങ്ങൾ ഇരുവരും, ഇഹ ഇവിടെ, സംപ്രാപ്തൗ വന്നിരിക്കുകയാണ്. ഒന്നും കൂടി പറയാം. ഭോ ഭോ രാജൻ, അല്ലയോ രാജാവേ, തേ അങ്ങയ്ക്ക്, സുഭദ്രം നല്ലത് വരും, നഹ വാചം നമ്മൾ പറയുന്നത്, അവഹിത ശ്രദ്ധയോടെ, ശൃണു കേട്ടുകൊണ്ടാലും, യഹ ഭവാൻ യാതൊരു ഭവാൻ അങ്ങുന്ന്, ആ പഞ്ചവർഷ 5 വയസ്സായപ്പോൾ, തപസ്സുകൊണ്ട് ദേവം ആ ശ്രീവാസുദേവനെ, അതീതൃപത് പ്രസാദിപ്പിച്ചുവല്ലോ, ത്വാം ആ അങ്ങയെ, ഭഗവത്പദം ആ അങ്ങയെ ഭഗവത്പദത്തിലേക്ക്, ഭഗവാന്റെ പദത്തിലേക്ക്, ധ്രുവപദത്തിലേക്ക് നേതും നയിപ്പാൻ, അഖില ജഗദ്ധാതുഹു ആ അഖില ലോകനാഥനും, ശാർങ്കിണഃ ശാർങ്കം എന്ന ചാപം ഉള്ളവനുമായിരിക്കുന്ന, തസ്യ ദേവസ്യ ആ വാസുദേവൻ്റെ, പാർഷദന്മാരായ, ആവാം ഞങ്ങൾ ഇരുവരും, ഇഹ ഇവിടെ, സംപ്രാപ്തൗ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ തന്വയം വന്നിട്ട്, ഭോ ഭോ രാജൻ തേ സുഭദ്രം നഹ വാചം അവഹിത ശൃണു യഹ ഭവാൻ പഞ്ചവർഷ തപസാ ദേവം അതീതൃപത് ത്വാം ഭഗവത്പദം നേതും അഖിലജഗദ്ധാതുഃ ശാർങ്കിണഃ തസ്യ ദേവസ്യ പാർഷദൗ ആവാം ഇഹ സംപ്രാപ്തൗ. ഒന്നും കൂടി പറയാം. ഭോ ഭോ രാജൻ തേ സുഭദ്രം നഹ വാചം അവഹിതഃ ശൃണു യഹ ഭവാൻ പഞ്ചവർഷഃ തപസാ ദേവം അതീതൃപത് ത്വാം ഭഗവത്പദം നേതും അഖിലജഗദ്ധാതുഃ ശാർങ്കിണഃ തസ്യ ദേവസ്യ പാർഷദൗ ആവാം ഇഹ സംപ്രാപ്തൗ. അല്ലയോ രാജാവേ, അങ്ങക്ക് നല്ലത് വരട്ടെ. ഞങ്ങൾ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടാലും. യാതൊരു അങ്ങുന്ന് ആ 5 വർഷം ആയപ്പോൾ, 5 വയസ്സായപ്പോൾ തപസ്സുകൊണ്ട് ആ ശ്രീവാസുദേവനെ പ്രസാദിപ്പിച്ചുവല്ലോ. അങ്ങയെ ആ ഭഗവത്പദത്തിലേക്ക് നയിപ്പാൻ അഖില ലോകനാഥനും ശാർങ്കമെന്ന ചാപമുള്ളവനുമായിരിക്കുന്ന ആ വാസുദേവൻ്റെ പാർഷദന്മാരായിരിക്കുന്ന ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. അല്ലയോ രാജൻ, അങ്ങക്ക് പരമമംഗളം ഭവിക്കട്ടെ. ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാലും. അങ്ങ് 5-ാം വയസ്സിൽ തപസ് ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിച്ചുവല്ലോ. ആ പ്രപഞ്ചത്തിൻ്റെ കാരണവും ശാർങ്കമെന്ന വില്ല് ധരിച്ചവനുമായ ആ ഭഗവാന്റെ പാർഷദന്മാരായ ഞങ്ങൾ അങ്ങയെ ഭഗവാന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുവാൻ വന്നതാണ്. അപ്പോൾ രാജൻ, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. ഞങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. അങ്ങ് 5 വയസ്സുള്ളപ്പോൾ ആ ഭഗവാനെ ഏകാഗ്രമായ ധ്യാനം കൊണ്ട് പ്രസാദിപ്പിച്ചതാണ്. അഖില ജഗൽക്കാരണഭൂതനും പരമപ്രതാപയുക്തനും ആയ ആ ദേവൻ്റെ കിങ്കരന്മാരായ ഞങ്ങൾ അങ്ങയെ അദ്ദേഹത്തിൻ്റെ ദിവ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ വന്നവരാണ്. ഹേ രാജൻ, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. ഞങ്ങൾ പറയുന്നതിനെ മനസ്സിരുത്തി കേൾക്കുക. അങ്ങുന്ന് 5 വയസ്സായിരുന്ന കാലത്തിൽ തപസ് ചെയ്ത്
യാതൊരു ദേവനെ സന്തോഷിപ്പിച്ചുവോ. സകല ലോകനാഥനും ശാങ്കപാണിയുമായിരിക്കുന്ന ആ ദേവൻ്റെ പാർഷദന്മാരായ ഞങ്ങൾ രണ്ടുപേർ അങ്ങയെ ആ ഭഗവത് സന്നിധിയെ പ്രാപിക്കുവാൻ സന്നിധിയിലേക്ക് കൊണ്ടുപോകുവാൻ വന്നവരാകുന്നു. അതാണ് ഇതിലത്തെ ഇത് വന്നിട്ട്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറയണമെന്ന്, സുനന്ദദന്താഊചതു, ഹേ രാജൻ, അല്ലയോ രാജൻ, തവ ഭദ്രം, അങ്ങയ്ക്ക് മംഗളം വരട്ടെ, യസ്ത്വം, യാതൊരു അവിടുന്ന് പഞ്ചവർഷേ 5 വർഷം പ്രായമുള്ളപ്പോൾ ദേവം തപസ, വാസുദേവനെ തപസ് ചെയ്ത് തർപ്പിതവാൻ, അദ്ദേഹത്തെ പ്രസാദിപ്പിച്ച ആളാണല്ലോ. തസ്യ ഹരേഹേ, ആ ഹരിയുടെ പാർഷദന്മാരെ ത്വാം, അങ്ങയെ ഭഗവത് പാദത്തിലേക്ക് നയിപ്പാൻ പ്രാപ്തവും വിദ്ധി, അതിനെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഹേ രാജൻ, തവ ഭദ്രം, അല്ലയോ രാജൻ, അങ്ങയ്ക്ക് മംഗളം വരട്ടെ, യസ്ത്വം, അങ്ങ് പഞ്ചവർഷേ പഞ്ചവർഷോ, അങ്ങ് 5-ാം വയസ്സിലെ ദേവനായിരിക്കുന്ന വാസുദേവനെ, പഞ്ചവർഷോ ദേവം തപസ്സുകൊണ്ട് തർപ്പിതവാൻ, തപസ്സുകൊണ്ട് പ്രസാദിപ്പിച്ചിട്ടുള്ള ആളാണ്. തസ്യ ഹരേഹേ, ആ ഹരിയുടെ പാർഷദന്മാരായിരിക്കുന്ന ഞങ്ങൾ ത്വാം, അങ്ങയെ ഭഗവത് പദത്തിലേക്ക് നയിപ്പാൻ പ്രാപ്തരാക്കാൻ വിദ്ധി വന്നിരിക്കുന്നവരാണ്. ഹേ രാജൻ, തവ ഭദ്രം യസ്ത്വം പഞ്ചവർഷോ ദേവം തപസാ തർപ്പിതവാൻ, തസ്യ ഹരേഹേ പാർഷദൗ ത്വാം ഭഗവത് പദം നേതും പ്രാപ്തൗ വിദ്ധി എന്നുള്ളതാണ് ആദ്യത്തെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 25-ാമത്തെ ശ്ലോകം. സുദുർജയം വിഷ്ണുപദം ജിതം ത്വയാ, സുദുർജയം വിഷ്ണുപദം ജിതം ത്വയാ, യത് സൂരയോ പ്രാപ്യ വിചക്ഷതേ പരം, ആദിഷ്ഠതചന്ദ്രദിവാകരാദയോ ഗ്രഹക്ഷതാരാः പര്യന്തി ദക്ഷിണം. സുദുർജയം വിഷ്ണുപദം ജിതം ത്വയാ, യത് സൂരയോ പ്രാപ്യ വിചക്ഷതേ പരം, ആദിഷ്ഠതചന്ദ്രദിവാകരാദയോ ഗ്രഹക്ഷതാരാः പര്യന്തി ദക്ഷിണം. അങ്ങയാൽ ജയിക്കപ്പെടുവാൻ എളുപ്പം അല്ലാത്തതും എല്ലാറ്റിനും ഉപരിയായതും ആയിരിക്കുന്ന ഭഗവത് സ്ഥാനം വിഷ്ണുപദം ജയിക്കപ്പെട്ടു കഴിഞ്ഞു. വിദ്വാൻമാർ പോലും ഏത് പദത്തെ പ്രാപിക്കുന്നില്ലയോ, ആ പദത്തെ മിഴിച്ചു നോക്കുന്നുവോ, ആ സൂര്യാദികളായിരിക്കുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മറ്റുള്ള ജ്യോതിർഗോളങ്ങളും ഏതിനെ വലം വെച്ച് തിരിയുന്നുവോ, ആരെ വലം വെച്ച് തിരിയുന്നുവോ അതിനെ അവിടെ പോയിട്ട് സ്ഥിതി ചെയ്താലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുദുർജയം, ജയിക്കാൻ പ്രയാസമായിരിക്കുന്ന വിഷ്ണുപദത്തെ ജിതം ത്വയാ, ജയിച്ചവനാണല്ലോ അങ്ങുന്ന്. യത് സൂരയോ പ്രാപ്യ, സൂര്യന് പോലും അപ്രാപ്യമായിട്ട് വിചക്ഷതയെ കാണുന്നു, പരം എല്ലാറ്റിലും മുകളിലായിട്ട്, തച്ചന്ദ്രദിവാകരാദയോ, ദിവാകരനും ചന്ദ്രനും, ഗ്രഹക്ഷതാര, ഗ്രഹങ്ങളും താരങ്ങളും ഒക്കെ ആരെയാണോ പര്യന്തി ചുറ്റിത്തിരിയുന്നത് അവിടെ സ്ഥിതി ചെയ്താലും, ആദിഷ്ഠത ചന്ദ്രദിവാകരാദയോ ഗ്രഹക്ഷതാരാः പര്യന്തി ദക്ഷിണം, ആരെയാണോ ചുറ്റിത്തിരിയണത്, വലം വെച്ച് തിരിയുന്നത് അവിടെ പോയിട്ട് സ്ഥിതി ചെയ്താലെന്ന് പറയുകയാണ്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ത്വയാ, അങ്ങയാൽ, സുദുർജയം, ജയിക്കപ്പെടുവാൻ എളുപ്പമല്ലാത്തതും, പരം, എല്ലാറ്റിനും ഉപരിയായതും ആയ വിഷ്ണുപദം, ഭഗവത്സ്ഥാനം, ജിതം, ജയിക്കപ്പെട്ടു. സൂരയഃ അപി, വിദ്വാൻമാർ പോലും യത് ഏത് അപ്രാപ്യം, പ്രാപിക്കാതെ, വിചക്ഷത, മിഴിച്ചു നോക്കുന്നു. വിദ്വാൻമാർ പോലും അപ്രാപ്യമായ വസ്തുവിനെ നോക്കിയിട്ട് മിഴിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ ചന്ദ്രദിവാകരാദേഹ ചന്ദ്രസൂര്യാദികളായിരിക്കുന്ന അവരും ഗ്രഹക്ഷതാരാഹ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മറ്റും ഉള്ള ജ്യോതിർഗോളങ്ങൾ യത് ഏതിനെ ദക്ഷിണം പരിയന്തി വലം വെച്ച് തിരിയുന്നുവോ തത് അതിനെ അവിടെ ആദിഷ്ഠ സ്ഥിതി ചെയ്താലും പറയണം. അപ്പോൾ ഇന്നത്തെ പദങ്ങളൊന്നും കൂടി പറയാം. ത്വയാ അങ്ങയാൽ സുദുർജയം ജയിക്കപ്പെടുവാൻ എളുപ്പമല്ലാത്തതും പരം എല്ലാറ്റിനും ഉപരിയായതുമായ വിഷ്ണുപദം ഭഗവത് സ്ഥാനം ജിതം അങ്ങ് ജയിക്കപ്പെട്ടു കഴിഞ്ഞു. സൂരയ അപി വിദ്വാൻമാർ പോലും യത് ഏത് അപ്രാപ്യം പ്രാപിക്കാതെ വിചക്ഷതേ നോക്കി നിൽക്കുന്നുവോ മിഴിച്ചു നിൽക്കുന്നുവോ ചന്ദ്രദിവാകരാദേഹ ചന്ദ്രസൂര്യാദികളായ ഗ്രഹക്ഷതാരാഹ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മറ്റും ഉള്ള ജ്യോതിർഗോളങ്ങളും യത് ഏതിനെ ദക്ഷിണം പരിയന്തി വലം വെച്ച് തിരിയുന്നുവോ തത് അതിനെ അവിടെ ആദിഷ്ഠ അവിടെ സ്ഥിതി ചെയ്താലും. പതുക്കെ അന്വയം വന്നിട്ട് ത്വയാ സുദുർജയം പരം വിഷ്ണുപദം ത്വയാ സുദുർജയം പരം വിഷ്ണുപദം ജിതം സൂര്യഃ അപി യത് അപ്രാപ്യ വിചക്ഷതേ ചന്ദ്രദിവാകരാദേഹ ഗ്രഹക്ഷതാരാഹ യത് ദക്ഷിണം പരിയന്തി തത് ആദിഷ്ഠ. ഒന്നുകൂടി പറയാം. ത്വയാ സുദുർജയം പരം വിഷ്ണുപദം ജിതം സൂരയഃ അപി യത് അപ്രാപ്യ വിചക്ഷതേ ചന്ദ്രദിവാകരാദേഹ ഗ്രഹക്ഷതാരാഹ യത് ദക്ഷിണം പരിയന്തി തത് ആദിഷ്ഠ. അങ്ങയാൽ ജയിക്കപ്പെടുവാൻ എളുപ്പമല്ലാത്തതും എല്ലാറ്റിനും ഉപരിയായതുമായ വിഷ്ണുപദം ഭഗവത് സ്ഥാനം അങ്ങ് ജയിക്കപ്പെട്ടു. വിദ്വാൻമാർ പോലും ഏതിനെ പ്രാപിക്കാതെ മിഴിച്ചു നോക്കുന്നു. അതുപോലെ ആ ചന്ദ്ര സൂര്യാദികളായിരിക്കുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ജ്യോതിർഗോളങ്ങളും ഏതിനെ വലം വെച്ച് തിരിയുന്നുവോ അവിടെ അങ്ങ് സ്ഥിതി ചെയ്താലും. ആർക്കും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഏറ്റവും ഉപരിയായിരിക്കുന്ന ആ വിഷ്ണുപദത്തിന് അങ്ങ് അവകാശിയായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സാരം വരുന്നത്. പണ്ഡിതന്മാരായ സപ്തർഷികൾക്ക് പോലും താഴെ നിന്ന് അവിടേക്ക് അവരെല്ലാവരും താഴെ നിന്ന് അവിടേക്ക് നോക്കുന്നതേയുള്ളൂ. ചന്ദ്രൻ, സൂര്യൻ, കുജാതി ഗ്രഹങ്ങൾ, അശ്വിന്യാദി നക്ഷത്രങ്ങൾ, ഇതര ജ്യോതിർഗോളങ്ങൾ എന്നിവ പ്രദക്ഷിണം വയ്ക്കുന്ന ആ സ്ഥാനത്തെ അങ്ങ് പ്രാപിച്ചാലും. സൂരികൾ എന്ന് പറയുന്ന മരീച്യാദികളായിരിക്കുന്ന സ്വായംഭുവമന്വന്തര സപ്തർഷികൾ എന്നാണ് ഇവിടെ അർത്ഥം. സൂര്യ എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ സപ്തർഷി മണ്ഡലത്തിന് ഉപരിയാണ് ധ്രുവൻ്റെ സ്ഥാനം എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അഖില ജഗൽക്കാരണഭൂതനും പരമപ്രതാപയുക്തനും ആയിരിക്കുന്ന ആ ദേവൻ്റെ കിങ്കരന്മാല അത് ജയിക്കാൻ പ്രയാസമേറിയ ആ വിഷ്ണുപദം അങ്ങയാൽ ജയിക്കപ്പെട്ടിരിക്കുന്നു. ആ സപ്തർഷികൾ പോലും ആ സ്ഥാനം പ്രാപിക്കാൻ കഴിയാതെ താഴെ നിന്ന് തൊഴുതുകൊണ്ട് നോക്കി നിൽക്കുന്നു. സൂര്യചന്ദ്രാദി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മറ്റു താരങ്ങളുമെല്ലാം ആ ദിവ്യസ്ഥാനത്തെ പ്രദക്ഷിണം വയ്ക്കുന്നു. ആ സ്ഥാനത്തെ പ്രാപിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അന്യന്മാരാൽ സാധിപ്പാൻ കഴിയാത്തതായിരിക്കുന്ന ശ്രീ വിഷ്ണുവിൻ്റെ സ്ഥാനം നിന്നാൽ സ്വാധീനമാക്കപ്പെട്ടു. അവിടെ ചെന്ന് വസിച്ചു കൊള്ളുക. സപ്തർഷികൾ ആ സ്ഥാനത്തിൻ്റെ അധോഭാഗത്തിൽ വസിച്ചിട്ട് അതിനെ കേവലം നോക്കുന്നു. സൂര്യാദികളായിരിക്കുന്ന നവഗ്രഹങ്ങളും അശ്വിന്യാദികളായിരിക്കുന്ന 27 നക്ഷത്രങ്ങളും മറ്റുള്ള താരകങ്ങളും ആ സ്ഥാനത്തെ പ്രദക്ഷിണം ചെയ്ത് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം അതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറയണത് നോക്കാം. ത്വയാ ദുർജയം അങ്ങയാൽ ദുർജയമായിരിക്കുന്ന വിഷ്ണുപദത്തെ ജിതം ജയിച്ചു. യത് ഇത് ആ സപ്തർഷയോപി സപ്തർഷിമാർ കൂടി കേവലം അധസ്ഥിതാ താഴെ നിന്ന് പശ്യന്തി മുകളിലേക്ക് നോക്കി കാണുന്നേ ഉള്ളൂ. ഇപ്പോൾ സപ്തർഷികളുടെ മണ്ഡലം ധ്രുവമണ്ഡലത്തിനും താഴെയാണെന്നർത്ഥം. അതോ
ജഗദ്ബന്ധം വിഷ്ണോഹ പ്രദം പ്രാപ്നുഹി. അപ്രകാരമുള്ള ആ ഉപരിഭാഗത്തുള്ള ഭഗവാന്റെ പദം വിഷ്ണുപദത്തെ അങ്ങ് അവിടേക്കാണ് അവിടെ സ്ഥിതി ചെയ്താലും എന്ന് പറയുകയാണ്. സ്ഥിതാഹ പശ്യന്തി. അപ്പോൾ ഒന്നുകൂടി പറയാം. ത്വയാ ദുർജയം വിഷ്ണുപദം ജിതം യത് സപ്തർഷയോപി കേവലം അധസ്ഥിതഃ പശ്യന്തി. അധസ്ഥിതഃ പശ്യന്തി. ാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. ത്വയാ ദുർജയം വിഷ്ണുപദം ജിതം യത് സപ്തർഷയോപി കേവലം അധസ്ഥിത പശ്യന്തി. അടുത്ത ശ്ലോകം നോക്കാം നമ്മൾക്ക്. അടുത്ത ശ്ലോകം 26-ാമത്തെ ശ്ലോകം. 26-ാമത്തെ ശ്ലോകം. അനാസ്ഥിതം തേ പിതൃഭിരന്യൈരപ്യംഗകർഹിച്ചിൽ ആദിഷ്ഠജഗതാം വന്ദ്യം തദ്വിഷ്ണോഃ പരമം പദം. അനാസ്ഥിതം തേ പിതൃഭിരന്യൈരപ്യംഗകർഹിച്ചിൽ ആദിഷ്ഠജഗതാം വന്ദ്യം തദ്വിഷ്ണോഃ പരമം പദം. അല്ലയോ അംഗ, പ്രിയപ്പെട്ടവനെ, അങ്ങയുടെ ആ പിതൃപിതാമഹന്മാരാലും മറ്റുള്ളവരാലും ഒരിക്കലും പ്രാപ്തമായിട്ടില്ലാത്തതും ആ ജഗത്തിന് സർവ്വലോകർക്കും അഭിവന്ദ്യം ആയിരിക്കുന്ന ഏറ്റവും ഉപരിയിൽ ഉള്ള ആ ശ്രീ മഹാവിഷ്ണുവിൻ്റെ തത്പദം, ആ പദത്തെ ആ പദത്തിൽ പോയിട്ട് അങ്ങ് സ്ഥിതി ചെയ്താലും എന്നാണ് പറയുന്നത്. അനാസ്ഥിതം, ആരാലും സ്ഥിതമാക്കപ്പെടാത്ത, തേ പിതൃഭിർ അങ്ങയുടെ പിതാമഹന്മാരാലും അന്യീഹി മറ്റുള്ളവരാലും അപ്യംഗ ഒരിക്കലും പ്രാപിച്ചിട്ടില്ലാത്ത ആ സ്ഥലത്ത് ആദിഷ്ഠ സ്ഥിതി ചെയ്യണം. ജഗതാം വന്ദ്യം, ജഗത്ത് മുഴുവൻ വന്ദിക്കുന്ന തദ്വിഷ്ണോഹോ ആ വിഷ്ണുവിൻ്റെ പരമമായിരിക്കുന്ന പദത്തിൽ അങ്ങ് അവിടെ വസിച്ചാലും എന്നാണ് പറയുന്നത്. അപ്പോഴത്തെ പദങ്ങൾ ഹേ അംഗ, അല്ലയോ പ്രിയപ്പെട്ടവനെ, തേ അങ്ങയുടെ പിതൃഭിഹി പിതൃപിതാമഹന്മാരാലും അന്യീഹി അഭി മറ്റുള്ളവരാലും കർഹിച്ചിൽ ഒരിക്കലും അനാസ്ഥിതം പ്രാപ്തമായിട്ടില്ലാത്തതും ജഗതാം സർവലോകർക്കും വന്ദ്യം അഭിവന്ദ്യമായതും പരമം ഏറ്റവും ഉപരിയായതും ആയ വിഷ്ണോഹോ ശ്രീ മഹാവിഷ്ണുവിൻ്റെ തത്പദം ആ പദത്തെ പദത്തിൽ ആദിഷ്ഠ സ്ഥിതി ചെയ്താലും. ഒന്നുകൂടി പറയാം. ഹേ അംഗ, അല്ലയോ പ്രിയപ്പെട്ടവനെ, തേ അങ്ങയുടെ പിതൃഭിഹി പിതൃപിതാമഹന്മാരാലും അന്യൈഹി അപി മറ്റുള്ളവരാലും കർഹിജിൽ ഒരിക്കലും അനാസ്ഥിതം പ്രാപ്തമായിട്ടില്ലാത്തതും ജഗതാം സർവലോകർക്കും വന്ദ്യം അഭിവന്ദ്യമായതും പരമം ഏറ്റവും ഉപരിയായതുമായ വിഷ്ണോഹോ ആ ശ്രീ മഹാവിഷ്ണുവിൻ്റെ തത്പദം ആ പദത്തിൽ ആദിഷ്ഠ സ്ഥിതി ചെയ്താലും. പദത്തെ അന്വയം വന്നിട്ട് ഹേ അംഗ തേ പിതൃഭിഹി അന്യൈഹി കർഹിച്ചിൽ അനാസ്ഥിതം ജഗതാം വന്ദ്യം പരമം വിഷ്ണോഹോ തത്പദം ആദിഷ്ഠ. എന്നുകൂടി പറയാം. ഹേ അംഗ തേ പിതൃഭിഹി അന്യൈഹി കർഹിച്ചിൽ അനാസ്ഥിതം ജഗതാം വന്ദ്യം പരമം വിഷ്ണോഹോ തത്പദം ആദിഷ്ഠ. അല്ലയോ പ്രിയപ്പെട്ടവനെ, അങ്ങയുടെ ആ പിതൃപിതാമഹന്മാരാലും മറ്റുള്ളവരാലും ഒരിക്കലും പ്രാപ്തമായിട്ടില്ലാത്തതും ആ സകല ലോകർക്കും അഭിവന്ദ്യമായതും ഏറ്റവും ഉപരിയായതുമായിരിക്കുന്ന ആ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ആ പദത്തിൽ ആസ്ഥിതി ചെയ്താലും. അല്ലയോ പ്രിയപ്പെട്ടവനെ, അങ്ങയുടെ പിതാമഹൻ ഇവർക്കോ മറ്റുള്ളവർക്കോ ഒരിക്കലും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതും സർവോപരി വർത്തിക്കുന്നതും ലോകരെല്ലാം നമസ്കരിക്കുന്നതുമായിരിക്കുന്ന ആ വൈഷ്ണവപദത്തെ പ്രാപിച്ച് അവിടെ സ്ഥിതി ചെയ്താലും. പദം ത്രിഭുവനോത്കൃഷ്ടം, ത്രിഭുവനത്തിലും ഉത്കൃഷ്ടമായിട്ടുള്ള പദം ആയിരുന്നു ധ്രുവൻ്റെ ലക്ഷ്യം, അതിപ്പോൾ പ്രാപിച്ചാലും എന്നാണ് ആ പാർഷദന്മാരുടെ വാക്യത്തിൽ പാർഷദന്മാർ പറയുന്നത്. അപ്പം അങ്ങയുടെ പിതൃപിതാമഹന്മാരാലോ മറ്റുള്ളവരാലോ ഒരിക്കലും പ്രാപിക്കപ്പെടാത്തതും സർവവന്ദ്യവും ആയ ആ ഭഗവാന്റെ സ്ഥാനം പ്രാപിക്കുക. അപ്പോൾ നിൻ്റെ ആ പിതാക്കന്മാരാകട്ടെ മറ്റന്യന്മാരാകട്ടെ ആ സ്ഥാനത്തെ പ്രാപിച്ചവരല്ല
ലോകങ്ങളിൽ വെച്ച് പൂജ്യവും വിഷ്ണുവിൻ്റെ പരമപദവുമായിരിക്കുന്ന ആ സ്ഥാനത്തിൽ നീ വസിച്ചുകൊള്ളുക. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് അതോ ജഗത്വന്ദ്യം വിഷ്ണോഹ പദം പ്രാപ്നുഹി. അതുകൊണ്ട് ആ ജഗത്തിനും വന്ധ്യമായിരിക്കുന്ന, ജഗത്ത് വന്ദിക്കുന്ന വിഷ്ണുവിൻ്റെ പദത്തിൽ പ്രാപ്നുഹി അങ്ങ് പ്രാപ്തനായിരിക്കണു. അതോ ജഗദ്വന്ദ്യം വിഷ്ണോഹ പദം പ്രാപ്നുഹി എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ. അതോ ജഗദ്വന്ദ്യം വിഷ്ണോഹ പദം പ്രാപ്നുഹി. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 27ാമത്തെ ശ്ലോകം. ഏതദ്വിമാനപ്രവരമുത്തമശ്ലോകമൗലിന ഉപസ്ഥാപിതമായുഷ്മൻ അധിരോഢും ത്വമർഹസി. ഏതദ്വിമാനപ്രവരമുത്തമശ്ലോകമൗലിന ഉപസ്ഥാപിതമായുഷ്മൻ അധിരോഢും ത്വമർഹസി. അങ്ങനെ അല്ലയോ ആ ചിരഞ്ജീവി ആയവനെ, ആ ധ്രുവൻ ചിരഞ്ജീവിയാണ്, ചിരഞ്ജീവിയായവനെ ആ കീർത്തിമാന്മാരിൽ മുമ്പനായിരിക്കുന്ന മഹാവിഷ്ണുവാൽ അടുക്കൽ എത്തിക്കപ്പെട്ടു. ഉപസ്ഥാപിതം അടുക്കൽ എത്തിക്കപ്പെട്ടു. അങ്ങനെ എത്തിക്കപ്പെട്ട ഈ വിമാനം, ആ ഉത്തമ വിമാനത്തിങ്കൽ കയറുവാൻ അങ്ങ് അർഹത നേടിയിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതദ്വിമാനപ്രവരം ഉത്തമശ്ലോകമൗലിന ഉപസ്ഥാപിതമായുഷ്മൻ അതിരോടും ത്വമർഹസി. അല്ലയോ ആ ചിരഞ്ജീവിയായിരിക്കുന്ന ആ ധ്രുവനോട് പറയണം, ധ്രുവനെ ആ കീർത്തിമാന്മാരിൽ ആ മഹാവിഷ്ണുവാൽ മുമ്പനായിരിക്കുന്ന ആ മഹാവിഷ്ണുവാൽ അടുക്കലെത്തിക്കപ്പെട്ട ഈ വിമാനത്തിൽ, ഉത്തമ വിമാനത്തിൽ കയറുവാൻ അങ്ങ് അർഹത നേടിയിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ഹേ ആയുഷ്മൻ, അല്ലയോ ചിരഞ്ജീവിയായവനെ, ഉത്തമ ശ്ലോകമൗലിന കീർത്തിമാന്മാരിൽ മുമ്പനായ മഹാവിഷ്ണുവാൽ ഉപസ്ഥാപിതം അടുക്കലേക്ക് എത്തിക്കപ്പെട്ട ഏതത് ഈ വിമാനപ്രവരം ഉത്തമ വിമാനത്തിൽ അധിരോഢം കയറുവാൻ ത്വം അർഹസി അങ്ങ് അർഹിക്കുന്നു. ഹേ ആയുഷ്മൻ, അല്ലയോ ചിരഞ്ജീവിയായവനെ, ഉത്തമ ശ്ലോകമൗലിന കീർത്തിമാന്മാരിൽ മുമ്പനായ മഹാവിഷ്ണുവാൽ ഉപസ്ഥാപിതം അടുക്കലേക്ക് എത്തിക്കപ്പെട്ട ഏതത് ഈ വിമാനപ്രവരം ഉത്തമ വിമാനത്തിൽ അധിരൂഢം കയറുവാൻ ത്വം അർഹസി അങ്ങ് അർഹിക്കുന്നു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഹേ ആയുഷ്മൻ ഉത്തമ ശ്ലോകമൗലിന ഉപസ്ഥാപിതം ഏതത് വിമാനപ്രവരം അധിരൂഢം ത്വം അർഹസി. എന്നും കൂടി പറയാം. ഹേ ആയുഷ്മൻ ഉത്തമ ശ്ലോകമൗലിന ഉപസ്ഥാപിതം ഏതത് വിമാനപ്രവരം അധിരോഢം ത്വം അർഹസി. അല്ലയോ ചിരഞ്ജീവിയായവനെ, ആ കീർത്തിമാന്മാരിൽ മുമ്പനായ മഹാവിഷ്ണുവാൽ അടുക്കലേക്ക് എത്തിക്കപ്പെട്ട ഈ വിമാനം ഉത്തമ വിമാനത്തിൽ കയറുവാൻ അങ്ങ് അർഹത ആർജിച്ചിരിക്കുന്നു. അല്ലയോ ദീർഘായുഷ്മയുള്ളവനെ, ഉത്തമ ശ്ലോകരിൽ ശ്രേഷ്ഠനായ ഭഗവാൻ അങ്ങയുടെ സമീപത്തേക്ക് അയച്ചു തന്ന ഈ വിശിഷ്ടമായ വിമാനത്തിൽ കയറുവാൻ അങ്ങുന്ന് അർഹനാകുന്നു. ശരീരത്തോട് ധ്രുവപദം പ്രാപ്തിക്ക് അർഹനാണെന്ന് കാണിക്കാനാണ് ആയുഷ്മൻ എന്ന പ്രയോഗം. അപ്പോൾ മൃത്യുവെ ജയിച്ചിരിക്കുന്ന ആളാണെന്നും അതിന് അർത്ഥമുണ്ട്. താഴെ 30ാമത്തെ ശ്ലോകത്തിൽ നിന്ന് അത് മനസ്സിലാക്കാം, മൃത്യുവിനെ ജയിച്ചവനാണെന്ന്. അപ്പോൾ ആയുഷ്മൻ പുണ്യകീർത്തിയായ ഭഗവാനാൽ അയക്കപ്പെട്ട ഈ വിമാനത്തിൽ കയറുവാൻ അങ്ങ് അർഹനാകുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം വരേണ്ടത്. ആയുഷ്മൻ ഭഗവാൻ തന്നെ അയച്ചിരിക്കുന്ന ഈ ഉത്തമ വിമാനത്തിൽ കയറുവാൻ നീ യോഗ്യനാകുന്നു. ഈ ശരീരത്തോടുകൂടി വിമാനാരോഹണം ഭഗവത് കാരുണ്യത്താൽ അങ്ങയ്ക്ക് സാധിച്ചിരിക്കുന്നുവെന്ന് കാണിക്കാനാണ് ആയുഷ്മാൻ എന്ന സംബോധന അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ ആയുഷ്മൻ ആയുസ്സുള്ളവനെ, ചിരഞ്ജീവിയായിരിക്കുന്നവനെ, ഭഗവതാ പ്രേഷിതം ഭഗവാനാൽ അയക്കപ്പെട്ട ഈ പ്രേഷിതം ഏതത് ഈ വിമാനം അധിരോടും ഈ വിമാനത്തിൽ കയറുവാൻ ത്വമർഹസി അങ്ങ് അർഹനാണ് ആയിരിക്കുന്നു എന്നർത്ഥം. ആയുഷ്മൻ അല്ലയോ ചിരഞ്ജീവിയായിരിക്കുന്ന ധ്രുവ ഭഗവതാ പ്രേഷിതം ഏതദ് വിമാനം
ഭഗവാനാൽ അയക്കപ്പെട്ട ഈ വിമാനത്തിൽ അധിരോഢം കയറുവാൻ ത്വമർഹസി, അങ്ങ് അർഹനായിരിക്കുന്നു. അപ്പോൾ ഹേ ആയുഷ്മൻ ഭഗവതാ പ്രേഷിതം ഏതദ് വിമാനം അധിരോഢം ത്വം അർഹസി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 28ാമത്തെ ശ്ലോകം. നിശമ്യ വൈകുണ്ഠ നിയോജ്യ മുഖ്യയോർമധുച്യുതാം വാചമുരുക്രമപ്രിയ കൃതാഭിഷേകകൃതനിത്യമംഗളോ മുനീൻ പ്രണമ്യാശിഷമഭ്യവാദയത്. നിശമ്യ വൈകുണ്ഠ നിയോജ്യ മുഖ്യയോർമധുച്യുതാം വാചം ഉരുക്രമപ്രിയ കൃതാഭിഷേകകൃതനിത്യമംഗളോ മുനീൻ പ്രണമ്യാശിഷമഭ്യവാദയത്. അപ്പോൾ വിഷ്ണുഭക്തനായിരിക്കുന്ന ആ ധ്രുവൻ, ഉരുക്രമപ്രിയ, വിഷ്ണുഭക്തനായിരിക്കുന്ന ധ്രുവൻ മഹാവിഷ്ണുവാൽ ആ നിയുക്തരായിരിക്കുന്ന ആ പ്രമുഖരുടെ, വൈകുണ്ഠ നിയോജ്യ മുഖ്യയോ, ആ മഹാവിഷ്ണുവിനാൽ നിയുക്തരായിരിക്കുന്ന ആ പ്രമുഖരുടെ ആ തേനൂറുന്ന ആ വാക്കുകൾ കേട്ടിട്ട്, ആ സുനന്ദനന്ദന്മാരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവരുടെ തേനൂറുന്ന വാക്ക് കേട്ടിട്ട് സ്നാനം ചെയ്ത് നിത്യകർമ്മങ്ങളെ അനുഷ്ഠിച്ചിട്ട് സ്വയം മംഗളനായിട്ട് ആ മുനിമാരെ നമസ്കരിച്ചിട്ട് ആശീർവാദത്തെ ചെയ്യിപ്പിച്ചു. അവരെ കൊണ്ട് ആശീർവാദത്തെ വാങ്ങി, അവരിൽ നിന്നും ആശീർവാദം വാങ്ങി നിർത്തും. അപ്പോൾ ഇന്നത്തെ പദങ്ങൾ നോക്കാം. ഉരുക്രമപ്രിയ, വിഷ്ണുഭക്തനായിരിക്കുന്ന ധ്രുവൻ, വൈകുണ്ഠ നിയോജ്യ മുഖ്യയോഹോ, ആ മഹാവിഷ്ണുവാൽ നിയുക്തരായിരിക്കുന്ന ആ പ്രമുഖരുടെ, മധുച്യുതാം, കൃഷ്ണഭാഷന്മാരുടെ നർത്ഥം, മധുച്യുതാം തേനൂറുന്ന, വാചം നിശമ്യ വാക്കു കേട്ടിട്ട്, കൃതാഭിഷേക സ്നാനം ചെയ്തിട്ട്, കൃതനിത്യമംഗള നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് സ്വയം മംഗളനായിട്ട്, മുനീൻ ആ മുനിമാരെ, ആ സുനന്ദനന്ദന്മാരെ പ്രണമ്യ നമസ്കരിച്ച്, ആശിഷം അഭ്യവാദയത് ആശീർവാദത്തെ ചെയ്യിപ്പിച്ചു. ഒന്നും കൂടി പറയാം. ഉരുക്രമപ്രിയ വിഷ്ണുഭക്തനായിരിക്കുന്ന ധ്രുവൻ, വൈകുണ്ഠ നിയോജ്യ മുഖ്യയോ മഹാവിഷ്ണുവാൽ നിയുക്തരായ ആ പ്രമുഖന്മാരുടെ, മധുച്യുതം ആ തേനൂർന്ന, വാചം നിശമ്യ വാക്കു കേട്ടിട്ട്, കൃതാഭിഷേക സ്നാനം ചെയ്ത്, കൃതനിത്യമംഗള നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് സ്വയം മംഗളനായിട്ട്, മുനീൻ ആ മുനിമാരെ പ്രണമ്യ നമസ്കരിച്ചിട്ട്, ആശിഷം അഭ്യവാദയത് ആശീർവാദത്തെ ചെയ്യിപ്പിച്ചു. ഇതിലത്തെ അന്വയം വന്നിട്ട് ഉരുക്രമപ്രിയ വൈകുണ്ഠ നിയോജ്യ മുഖ്യയോ മധുച്യുത വാചം നിശമ്യ കൃതാഭിഷേക കൃതനിത്യമംഗള സ്വയം മുനീൻ പ്രണമ്യ ആശിഷം അഭ്യവാദയത്. ഒന്നും കൂടി പറയാം. ഉരുക്രമപ്രിയ വൈകുണ്ഠ നിയോജ്യ മുഖ്യയോ മധുച്യുതാം വാചം നിശമ്യ കൃതാഭിഷേക കൃതനിത്യമംഗള സ്വയം മുനീൻ പ്രണമ്യ ആശിഷം അഭിവാദയത്. വിഷ്ണുഭക്തനായിരിക്കുന്ന ധ്രുവൻ ആ മഹാവിഷ്ണുവാൽ നിയുക്തമായിരിക്കുന്ന ആ പ്രമുഖരുടെ തേനൂറുന്ന ആ വാക്കു കേട്ടിട്ട് സ്നാനം ചെയ്ത് നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് സ്വയം മംഗളനായിട്ട് ആ മുനിമാരെ നമസ്കരിച്ചിട്ട് ആ ആശീർവാദത്തെ ചെയ്യിപ്പിച്ചു. വിഷ്ണുഭാഷന്മാരിൽ മുഖ്യരായിരിക്കുന്ന അവരുടെ ആ തേൻ തുളുമ്പുന്ന വിധമുള്ള വാക്യങ്ങളെ കേട്ട് വിഷ്ണുഭക്തനായ ധ്രുവൻ സ്നാനം, നിത്യകർമ്മങ്ങൾ മുതലായവ നിർവഹിച്ച് ശുദ്ധി വരുത്തി അവിടെ സന്നിഹിതരായിരിക്കുന്ന മഹർഷിമാരെ വണങ്ങി അവരുടെ ആശീർവാദങ്ങളെ വാങ്ങിച്ചു. ശ്രേഷ്ഠ വിമാനം മഹാവിഷ്ണുവിൻ്റെ കിങ്കരന്മാർ പറഞ്ഞ അമൃതവർഷിയായിരിക്കുന്ന വാക്ക് കേട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ ധ്രുവൻ സ്നാന നിത്യാദി കർമ്മങ്ങൾ ചെയ്ത് അലങ്കൃതനായിട്ട് അവിടെയുള്ള മുനിമാരെയെല്ലാം നമസ്കരിച്ച് ആശീർവദിപ്പിച്ചു. മൈത്രേയൻ പറഞ്ഞു, ഭഗവാന്റെ പാർഷദ മുഖ്യന്മാരായിരിക്കുന്ന സുനന്ദനന്ദന്മാർ പറഞ്ഞതായ അമൃതം ഒഴുകുന്നത് പോലുള്ള ആ മധുരമായ വാക്കിനെ കേട്ട ഉടനെ വിമാനത്തിൽ കയറുന്നതിന് മുമ്പേ ചെയ്യേണ്ടതായിരിക്കുന്ന കർമ്മങ്ങളെ ധ്രുവൻ നിവർത്തിച്ചു. അളകനന്ദയിൽ ചെന്ന് സ്നാനം ചെയ്തു, നിത്യകർമ്മങ്ങളെ അനുഷ്ഠിച്ചു, സിന്ദൂരാദി മംഗളവസ്തുക്കളെ ധരിച്ച് മുനികളെ നമസ്കരിച്ച് അവരിൽ നിന്നും അനുഗ്രഹം വാങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് മൈത്രേയ ഉവാച ധ്രുവ ഏവം, ആ ധ്രുവൻ ഇപ്രകാരം
ശ്രുത്വാ മുനിം പ്രണമ്യ, ആ സുനന്ദന്മാർ പറഞ്ഞ അതിനെ കേട്ടിട്ട് പ്രണമിച്ചു. ഇത്രേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. മൈത്രേയ ഉവാച ധ്രുവ ഏവം ശ്രുത്വാ, ധ്രുവൻ ഇപ്രകാരം കേട്ടിട്ട് മുനീൻ പ്രണമ്യ, മുനിമാരെ പ്രണമിച്ചു. മൈത്രേയ ഉവാച ധ്രുവ ഏവം ശ്രുത്വാ മുനീൻ പ്രണമ്യ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 29ാമത്തെ ശ്ലോകം. പരീത്യാഭ്യർച്ചധിഷ്ണ്യാഗ്രം പാർഷദാവഭിവന്ദ്യ ച യേഷ തദധിഷ്ഠാതും ബിഭ്രദ്രൂപം ഹിരണ്മയം. പരീത്യാഭ്യർച്ചധിഷ്ണ്യാഗ്രം പാർഷദാവഭിവന്ദ്യ ച യേഷ തദധിഷ്ഠാതും ബിഭ്രദ്രൂപം ഹിരണ്മയം. സ്വർണ്ണമയം ആയിരിക്കുന്ന രൂപം ഉള്ള ആ വിശിഷ്ട വിമാനത്തെ വലത്ത് വെച്ചു പ്രദക്ഷിണം ചെയ്ത് പൂജിച്ച് ആ വിഷ്ണുപാർഷദന്മാരെ വേണ്ട പോലെ വന്ദിച്ചിട്ട് കയറുവാൻ ശ്രമിച്ചു, തുടങ്ങി എന്നർത്ഥം. അപ്പോൾ പരീത്യാഭ്യർച്ച്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലം വെച്ചിട്ട്, ആ വിമാനത്തെ വലം വെച്ച് അഭ്യർച്ച അതിനെ പൂജ ചെയ്ത് എന്നർത്ഥം, പൂജിച്ചിട്ട് എന്നർത്ഥം. അഭ്യർച്ച്യ ധിഷ്ണ്യാഗ്രം, ആ വിമാനത്തിൽ വിശിഷ്ട വിമാനത്തെ വലം വെച്ച് പൂജിച്ച് പാർഷദാഭിവന്ദ്യ, പാർഷദന്മാരെ ആ വിഷ്ണു പാർഷദന്മാരെ വേണ്ട പോലെ അഭിവന്ദിച്ച് വന്ദ്യച യേഷ തദധിഷ്ഠാതും അതിൽ കയറുവാൻ ശ്രമിച്ചു. യേഷ ശ്രമിച്ചു. ബിഭ്രദ്രൂപം, ആ സ്വർണ്ണമയം ആയിരിക്കുന്ന സ്വർണ്ണമയമായ രൂപം ഉള്ള ആ വിമാനം, അതാണ് ബിഭ്രദ്രൂപം ഹിരണ്മയം. സ്വർണ്ണ നിറത്തിലുള്ള ആ വിമാനത്തിൽ കയറുവാൻ വേണ്ടിയിട്ട് ആ വിമാനത്തെ വലം വെച്ച് പൂജിച്ച് നമസ്കരിച്ച് ആ വിഷ്ണു പാർഷദന്മാരെ അഭിവന്ദനം ചെയ്ത് അതിൽ കയറുവാൻ ശ്രമിച്ചു. അടുത്ത പദങ്ങൾ ഹിരണ്മയം, സ്വർണ്ണമയമായിരിക്കുന്ന രൂപം, ബിഭ്രത് രൂപമുള്ള, തത് ആ ധിഷ്ണ്യാഗ്രം വിശിഷ്ട വിമാനത്തെ പരീത്യ വലം വെച്ച് അഭ്യർച്ച്യ പൂജിച്ച് പാർഷദൗ വിഷ്ണു പാർഷദന്മാരെ അഭിവന്ദ്യ ച വേണ്ട പോലെ വന്ദിച്ച് അധിഷ്ഠാതും കയറുവാൻ യേഷ ശ്രമിച്ചു. എന്നും കൂടി പറയാം. ഹിരണ്മയം സ്വർണ്ണമയമായ രൂപം, ബിഭ്രത് രൂപമുള്ള തത് ആ ധിഷ്ണ്യാഗ്രം വിശിഷ്ട വിമാനത്തെ പരീത്യ വലം വെച്ച് അഭ്യർച്ച്യ പൂജിച്ച് പാർഷദൗ വിഷ്ണു പാർഷദന്മാരെ അഭിവന്ദ്യച്ച വേണ്ട പോലെ വന്ദിച്ച് അധിഷ്ഠാതും കയറുവാൻ യേഷ ശ്രമിച്ചു. അതിലത്തെ അന്വയം വന്നിട്ട് ഹിരണ്മയം രൂപം ബിഭ്രത് തത് ധിഷ്ണ്യാഗ്രം പരീത്യ അഭ്യർച്ച്യ പാർഷദൗ അഭിവന്ദ്യ ച അധിഷ്ഠാതും യേഷ. എന്നുകൂടി പറയാം. ഹിരണ്മയം രൂപം ബിഭ്രത് തൽ ധിഷ്ണ്യാഗ്രം പരീത്യ അഭ്യർച്ച്യ പാർഷദൗ അഭിവന്ദ്യ അധിഷ്ഠാതും യേഷ. സ്വർണ്ണമയമായിരിക്കുന്ന രൂപമുള്ള ആ വിശിഷ്ട വിമാനത്തെ വലം വെച്ച് പൂജിച്ച് വിഷ്ണു പാർഷദന്മാരെ വേണ്ട പോലെ വന്ദിച്ച് കയറുവാൻ ശ്രമിച്ചു. ആ വിശിഷ്ടമായ വിമാനത്തെ ധ്രുവൻ വലം വെച്ചു, അതിനെ മനസാ പൂജിച്ചു, വിഷ്ണു പാർഷദരെ വന്ദിച്ചു, അനന്തരം സ്വർണ്ണമയമായ അതിൽ കയറുവാൻ ഇച്ഛിച്ചു. അപ്പോൾ ആ ശ്രേഷ്ഠമായ വിമാനം പ്രദക്ഷിണം വെച്ചു, ഭഗവാന്റെ കിങ്കരന്മാരെ അഭിവാദനം ചെയ്തു, ദിവ്യമായ രൂപം ധരിച്ച് ആ മംഗളത്തിൽ ആ വിമാനത്തിൽ കയറുവാനായിട്ട് ആഗ്രഹിച്ചു. ഉത്തമമായ ആ വിമാനത്തെ പ്രദക്ഷിണാദികൾ ചെയ്ത് പൂജിച്ച് വിഷ്ണു പാർഷദന്മാരെ വന്ദിച്ചു, അതിൽ കയറുവാൻ ഭാവിച്ചു. അപ്പോൾ ആ ധ്രുവശരീരം സ്വർണ്ണമയമായി ഭവിച്ചു. പൂർവ്വശരീരം തന്നെ തേജോമയവും വിമാനസ്ഥിതിയോഗ്യവും ആയി എന്നർത്ഥം. അപ്പോൾ ധ്രുവൻ്റെ ശരീരം
സ്വർണ്ണരൂപം സ്വർണ്ണമയമായി തീർന്നു എന്നാണ് അവിടെ പറയുന്നത്. അതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറയുന്നത് നോക്കാം. വിമാനം തൗ ച വിമാനത്തെ തൗ ആ വിമാനത്തെയും ആ പാർഷദന്മാരെയും ച നമസ്കൃത്യ നമസ്കരിച്ച് പ്രകാശബഹുളം ഒരു തേജോമയമായിരിക്കുന്ന രൂപം ധരിച്ച്, അതായത് സ്വർണ്ണ നിറം ധരിച്ച് നിർത്തുക. പ്രകാശ ബഹുളം രൂപം ധാരയൻ ധരിച്ച് തദാരോഢം ഐച്ഛത് അതിൽ കയറുവാൻ വേണ്ടിയിട്ട് ഇച്ഛിച്ചു. വിമാനം തൗ ച വിമാനത്തെയും ആ പാർഷദന്മാരെയും ച നമസ്കൃത്യ നമസ്കരിച്ച് പ്രകാശബഹുളം ബഹുലമായിരിക്കുന്ന ഒരു രൂപത്തെ ധരിച്ചു. വിമാനം തൗ ച നമസ്കൃത്യ പ്രകാശബഹുളം രൂപം ധാരയൻ തദാരോഢും ഐച്ഛത് അങ്ങനെ അതിൽ കയറുവാൻ വേണ്ടിയിട്ട് ഇച്ഛിച്ചു എന്നുള്ളതാണ് ഈ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ പറയണം. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.